ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഉള്ളി വഴട്ടാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈസി മെത്തേഡിൽ നമുക്ക് ഇന്നൊരു ഉള്ളിക്കറി തയ്യാറാക്കിയാലോ. അധികം നമുക്ക് കടായിലിട്ട് വഴട്ടാനോ ഒന്നും പോകണ്ട, കുക്കറിൽ തന്നെ അടിപൊളിയായിട്ടൊരു തിക്ക് കൺസിസ്റ്റൻസിലുള്ള ഒരു ഉള്ളിക്കറി തയ്യാറാക്കാം. സോ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഉള്ളിക്കറിയുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളിക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു കുഞ്ഞ് ഏലക്കായ, ഒരു കുഞ്ഞ് പട്ട, ഒരു ബേ ലീവ്സ് ജസ്റ്റ് ഞുറുക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് ഒരു ടീസ്പൂണ് നമുക്ക് കടുകും കൂടെ ചേർത്ത് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിവിടെ ഞാനൊരു 3 to 4 മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നീളത്തിലാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഈ കുക്കറിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും കൂടെ കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം കേട്ടോ. ലൈറ്റായിട്ട് ഒരു 2 to 3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കാം. അത് അധികം നമുക്ക് ഒന്ന് വഴട്ടി കുറേ നേരം നമ്മൾ കടായിലൊക്കെ വെച്ച് വഴട്ടത്തില്ല, ആ ഒരു ടെക്സ്ചറിലോട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ലൈറ്റായിട്ട് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് വഴട്ടിയതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുക്കറിൽ ചെയ്യുമ്പോൾ ഒരു ലൈറ്റീസ് ഗോൾഡൻ ഷെയ്ഡ് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴട്ടിയതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ മിക്സ്ഡ് ആയിട്ടാണ് മുളക് പൊടി ആഡ് ചെയ്തേക്കുന്നത്. അതായത് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വക എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഈ മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ്, അതായത് 1.5 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് ഒരു 4 to 5 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 4 to 5 വിസിൽ വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഏകദേശം ഒരു 5 വിസിലിന് ശേഷം ഞാൻ കുക്കറൊന്ന് ജസ്റ്റ് മാറ്റി തണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഈ ഒരു കറി നോക്കിക്കോളൂ. എന്ത് തിക്ക് കൺസിസ്റ്റൻസിലാണ് നമ്മുടെ ഈ ഒരു കറി, അതായത് നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. മുട്ടക്കറി ആയിട്ടാണല്ലോ നമുക്ക് ഇതിലോട്ട് മുട്ട ബോയിൽ ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ അത്ര പെട്ടെന്ന് തയ്യാറാക്കുന്ന ഈ ഒരു ഉള്ളിക്കറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടെസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.